മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ തളർന്നു പോകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് തളർത്താൻ ശ്രമിക്കുന്നത്. എത്ര കൂർമ്മതയുള്ള വാക്കുകൾക്കും നിങ്ങളുടെ മറുപടി ഒരു പുഞ്ചിരിയായാൽ തളർന്നു പോകുന്നത് അവരായിരിക്കും, നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവർ. ജീവിതത്തിൽ എന്ത് നേടിയാലും സ്നേഹത്തോളം വിലയുള്ള മറ്റൊന്നില്ല. നേടിയതെല്ലാം നഷ്ടപ്പെട്ടാലും ബാക്കിയാകുന്നത് സ്നേഹബന്ധങ്ങൾ മാത്രമായിരിക്കും. ഭക്തരെ, ആരെയും എന്തും പറയാം എന്ന് കരുതരുത്. ചിലപ്പോൾ അവർ പ്രതികരിക്കില്ലായിരിക്കും. പക്ഷേ എല്ലാം ഉള്ളിലൊതുക്കി നെഞ്ചു പിടഞ്ഞു കരയുന്ന അവരുടെ കണ്ണുനീരിന് ദൈവം പകരം ചോദിക്കും. ഭക്തരെ, എത്ര പിണങ്ങിയാലും, എത്ര ദേഷ്യം കാണിച്ചാലും, എത്ര കുറ്റപ്പെടുത്തിയാലും ചില മനുഷ്യർക്ക് ആത്മാർത്ഥമായി സ്നേഹിച്ചവരെ വിട്ടുപോകാൻ കഴിയില്ല. ഭക്തരെ, ബന്ധങ്ങൾ എന്നും വിലപ്പെട്ടതാണ്. പക്ഷേ എല്ലാവരിൽ നിന്നും അത് പ്രതീക്ഷിക്കരുത്. കാരണം വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിൻ്റെ വിലയറിയൂ. ഭക്തരെ, ചെടികളിൽ ചിലത് ഔഷധമാണ്, ചിലത് ലഹരിയാണ്, ചിലത് വിഷമാണ്. മനുഷ്യരിലുമുണ്ട് ഇതുപോലെ കുറേ പേർ. ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനോഹരമാണ് മറ്റുള്ളവരുടെ ജീവിതം. ഭക്തരെ, നിങ്ങളോട് തെറ്റ് ചെയ്തിട്ട് കുറ്റബോധം തോന്നാത്ത ആളുകൾ നിങ്ങൾ ഒരു മോശം വ്യക്തിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും നിങ്ങളുടെ ഭൂതകാലത്തിൻ്റെ തടവുകാരനാകരുത്. അതൊരു പാഠം മാത്രമായിരിക്കണം. ഭക്തരെ, നിങ്ങളെ തരം താഴ്ത്തിയാൽ സ്വയം വലുതാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ചുറ്റുമുണ്ട്. അവരെ കണ്ടില്ല എന്ന് നടിക്കുക. വിഷമിക്കാതിരിക്കുക. ഒരു നല്ല നിമിഷം നിങ്ങൾക്കായി കടന്നു വരും. അന്ന് നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. ഭക്തരെ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങൾ ഇരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ചയ്ക്കുള്ള കഥാപാത്രം നിങ്ങളായിരിക്കും. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. ഭക്തരെ, ഉള്ളിൽ എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും ആരുടെ മുന്നിലും കരയരുത്. ചിലർ നിങ്ങളെ ചേർത്തു പിടിച്ചേക്കാം. നിങ്ങൾ തളർന്നു കാണാൻ ശ്രമിക്കുന്നവരുമുണ്ട്. ആരെയും നിങ്ങൾക്ക് മുഴുവനായും മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. കൂടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നവരാണ് നിങ്ങളൊന്ന് വീഴാനായി കാത്തിരിക്കുന്നതും. ഭക്തരെ, അമിതമായ ചിന്തകൾ പ്രയോജനം ചെയ്യില്ല. നിങ്ങൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കാം. ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക. ഭക്തരെ, പ്രതികൂലമായ ഏതവസ്ഥയിലും നേരിടാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും കാണും. തളർന്നിരിക്കാതെ അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാനാകും. ഭക്തരെ, ഏതൊരു സൗഹൃദത്തിനും ബന്ധത്തിനും നിങ്ങൾ കൊടുക്കുന്ന സമയവും മൂല്യവും അവർ നിങ്ങൾക്ക് തിരികെ നൽകുന്നില്ലെങ്കിൽ പിന്നെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകരുത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നോർത്ത് ജീവിച്ചാൽ ജീവിതകാലം മുഴുവൻ അടിമയായി ജീവിക്കേണ്ടി വരും. ജീവിതത്തിൽ ഒരു ഉയർച്ചയും നിങ്ങൾക്കുണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ തീരുമാനിക്കണം. സമയം ഒരിക്കലും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നില്ല. മറിച്ച് സമയം മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. ഭക്തരെ, ഓരോ നോവും ജീവിക്കാൻ നിങ്ങളെ പാകപ്പെടുത്തുകയാണ്. ഓരോ തിരസ്കാരങ്ങളും ഉയരാനുള്ള വാശി നിങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.